വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ആണ്. എനിക്ക് ആവശ്യമുള്ളതും ബേബിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സെപ്പറേറ്റ് ആണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ബാഗ് പാക്കിംഗ് വീഡിയോ ആണ്. ഇപ്പൊ പ്രഗ്നന്റ് ആയിരിക്കുന്നവർക്ക്, ഡെലിവറി അടുത്തിരിക്കുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് എന്നെ പോലെ ആദ്യത്തെ ഡെലിവറി ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും, ആദ്യം എന്തൊക്കെ നമ്മൾ കൊണ്ടുപോകണം. എനിക്കത് അറിയാവുന്ന കാര്യമല്ല. ഞാൻ ഒരുപാട് യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഒരുപാട് കണ്ടു. അപ്പൊ അതിലെല്ലാം വെച്ച് നോക്കി എനിക്ക് അത്യാവശ്യമെന്ന് തോന്നിയിരിക്കുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ അനാവശ്യമായിട്ടൊന്നുമില്ല. ഇനി ആഡ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് അതിൽ ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ കുത്തി നിറച്ച് എല്ലാവരും കൊണ്ടുപോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നമ്മൾ ഒരു 4-5 ദിവസം നമ്മൾ അഡ്മിറ്റ് ആയിരിക്കുന്നത്. ആ ദിവസങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ കൊണ്ടുപോയാൽ മതി. അതിന് ഏറ്റവും അത്യാവശ്യമെന്ന് തോന്നിയിരിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളൂ. ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ഇതിലോട്ട് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കൊണ്ടുപോകേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഒക്കെ ഞാനൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എന്റെ മാത്രം ബാഗിലുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ആണ്. ബേബിക്ക് വേറൊരു ലിസ്റ്റ് വരുന്നുണ്ട്. അത് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ബേബിക്കുള്ളൂ. നമ്മൾ ഡെലിവറി പറഞ്ഞിരിക്കുന്ന ഡേറ്റിന് അടുത്ത് കൊണ്ടുവച്ച് നമ്മൾ ബാഗ് പാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ബാഗ് പാക്ക് ചെയ്യേണ്ട, വേദന വരുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും എടുത്തോണ്ട് പോവാം, അങ്ങനെ വിചാരിച്ചിരുന്നാൽ പറ്റത്തില്ല. കാരണം ഇത്രയും സംഭവങ്ങളൊന്നും നമ്മുടെ മൈൻഡിൽ എപ്പോഴും വരില്ല. എന്തെങ്കിലുമൊക്കെ മിസ്സാവും. അവസാനം ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ അവിടെ ഓടേണ്ടി വരും. ഒരു 34 വീക്സ് 35 വീക്സിനകത്ത് എല്ലാം പാക്ക് ചെയ്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഞാൻ എന്റെ ബാഗിൽ എന്തൊക്കെയാണ് അപ്പൊ കൊണ്ടുപോകുന്നത് നമ്മൾ കാണിക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു ബാഗാണ് ഞാൻ എന്റെ സാധനങ്ങളെല്ലാം കൊണ്ടുപോകാനായിട്ട് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ബാഗാണ്. വേറെ ഒന്നും എടുത്തില്ലെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ എടുക്കേണ്ടത് വേറെ ഒന്നുമല്ല, ഹോസ്പിറ്റൽ ഫയലാണ്. നമ്മൾ പ്രഗ്നന്റ് ആയത് മുതലുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഹോസ്പിറ്റൽ ഫയലിനകത്തായിരിക്കും ഉള്ളത്. അതുകൊണ്ട് ഒരിക്കലും ഇത് മിസ് ചെയ്യരുത്. എന്തായാലും എല്ലാവരും ഉറപ്പായിട്ടും എടുത്തു വെക്കേണ്ട ഒന്നാണ് ഹോസ്പിറ്റൽ ഫയൽ. അപ്പൊ ഹോസ്പിറ്റൽ ബാഗിലേക്ക് ഞാൻ ആദ്യമായിട്ട് ആഡ് ചെയ്യുന്നത് ഹോസ്പിറ്റൽ ഫയൽ തന്നെയാണ്. അടുത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തു വെക്കേണ്ടത് ID പ്രൂഫ്സ് ആണ്. നമ്മുടെ ആധാർ കാർഡൊക്കെ നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ ഞാനത് എടുത്ത് വെച്ചിട്ടില്ല. പോകുമ്പോൾ എന്തായാലും ഞാനത് കൊണ്ടുപോകും. അടുത്തതായിട്ട് ഞാനൊരു ബാഗിലോട്ട് ആഡ് ചെയ്യുന്നത് നൈറ്റീസ് ആണ്. നിങ്ങൾക്ക് എന്താണോ അപ്പോൾ വെയർ ചെയ്യാൻ കംഫർട്ട് ആയിട്ടുള്ളത് ആ ഡ്രസ്സ് നിങ്ങൾ കൊണ്ടുപോവുക. ഇതൊരു നോർമൽ നൈറ്റി ആണ്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഈ ഒരു നൈറ്റിയാണ്. ഇങ്ങനെ ഫ്രണ്ട് ഓപ്പൺ വരുന്ന നൈറ്റിയാണിത്. അപ്പോൾ നമുക്ക് ഫീഡ് ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കും. ഇത് ബട്ടൺ വരുന്ന ടൈപ്പാണ്. സിബ് വരുന്നത് നമുക്ക് യൂസ് ചെയ്യാം. ഇത് 2 ഫ്രോക്ക് നൈറ്റീസ് ആണ്. ഫ്രണ്ടില് ഇതിൽ സിബാണ് വന്നിരിക്കുന്നത്. നൈറ്റീസ് ആയാലും വേറെ എന്ത് ഡ്രസ് ആയാലും നമുക്ക് ഫീഡ് ചെയ്യാൻ എളുപ്പത്തിനുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഫ്രോക്ക് നൈറ്റീസ് 2ഉം അല്ലാതെ ഈ നോർമൽ നൈറ്റി ഒരെണ്ണവും ഈ ഒരു നൈറ്റി കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ നൈറ്റി ഫുൾ ഓപ്പൺ ആണ്. ഡെലിവറി സമയത്ത് ഇതുപോലത്തേതായിരിക്കും ഒരുപക്ഷെ യൂസ് ചെയ്യുന്നത്. ഡെലിവറി ടൈമിലുള്ള ഡ്രസ്സ് ചില ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും. ഇവിടെ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഈ ഒരു നൈറ്റി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും വാങ്ങുന്ന കൂട്ടത്തിൽ ഫുൾ ഓപ്പൺ വരുന്ന ഒരു നൈറ്റി കൂടെ കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും. ഈ നൈറ്റിയും കൂടെ കൂട്ടി ഒരു 4 നൈറ്റീസ് ഞാൻ അത്യാവശ്യത്തിന് എടുത്തിട്ടുള്ളൂ. നെക്സ്റ്റ് ഞാനൊരു അണ്ടർസ്കേർട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഇന്നേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഇന്നേഴ്സ് എല്ലാം ഞാൻ ഇതുപോലെ സിപ്ലോ കവറിലാക്കി വെച്ചിരിക്കുവാണ്. ബാഗ് പാക്ക് ചെയ്യുന്നത് ഞാനാണല്ലോ. അപ്പോൾ കൂടെയുള്ളവർക്ക് എടുത്ത് തരാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഇതുപോലത്തെ ഒരു കവറിൽ വെച്ചിരിക്കും. അപ്പൊ അവർക്ക് എടുത്തു തരാനും എളുപ്പമുണ്ടായിരിക്കും. ഇന്നേഴ്സും ഞാൻ ഇതുപോലെ ബാഗിലോട്ട് വെക്കുവാണ്. അടുത്ത 2 തോർത്ത് ഞാൻ ഇതിലോട്ട് വെക്കുന്നുണ്ട്. നോർമൽ വൈറ്റ് തോർത്ത് നമ്മൾ മേലെ ഒഴുകി കുടിക്കുകയൊക്കെ ചെയ്യുമായിരിക്കുമല്ലോ. അപ്പൊ 2 തോർത്ത് കൂടെ ഞാൻ ഇതിലോട്ട് വെക്കുവാണ്. നെക്സ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മെറ്റേണിറ്റി വെയർ ആണ്. ഹോസ്പിറ്റലിൽ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ നമുക്ക് ഇടാനുള്ള ഒരു ഡ്രസ്സ്. ഈ ഒരു ഡ്രസ്സും ഞാൻ ബാഗിലോട്ട് വെക്കുവാണ്. ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. അടുത്ത് നമ്മൾ ഇതിലോട്ട് വെക്കുന്നത് ബെഡ്ഷീറ്റ് ആണ്. ഇപ്പോൾ ഇതിൽ 4 ബെഡ്ഷീറ്റ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. 4 ആവശ്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ കൂടെ കിടക്കുന്നവർക്കൊക്കെ ആവശ്യം വരുമല്ലോ. ഒരുപക്ഷെ ഹോസ്പിറ്റലിൽ നമുക്ക് ബെഡ്ഷീറ്റ് കൂടെ കാണുമായിരിക്കും. 4 ബെഡ്ഷീറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അതുകൂടി നമുക്ക് ബാഗിലോട്ട് വെച്ച് കൊടുക്കാം.
പിന്നെ ഒരു പേഡ് കൂടെ എടുക്കുന്നുണ്ട്. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കരുതിയിരിക്കേണ്ടതാണ്. ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് വിസ്പർ ആണ്. അപ്പോൾ അതിന്റെ എക്സെല്ലും ഡബിൾ എക്സെല്ലും എടുത്തിട്ടുണ്ട്. അപ്പോഴത്തെ തീവ്രത എത്രത്തോളമാണെന്ന് നമുക്കറിയില്ലല്ലോ. അങ്ങനെ ഡബിൾ എക്സെല്ലും എടുത്തിട്ടുണ്ട്, എക്സെല്ലും എടുത്തിട്ടുണ്ട്. മെറ്റേണിറ്റി പാഡ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഓൺ ടൈം യൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ അത്രയും നമുക്ക് ഓവർഫ്ലോ ആയിട്ടുണ്ടെങ്കിലേ നമുക്കത് ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത് നമുക്ക് വെച്ചിരിക്കാം. അപ്പോഴാവശ്യം വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മേടിക്കാമെന്ന് വിചാരിക്കുവാണ്. അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഈ ഒരു 2 പാക്കറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നെക്സ്റ്റ് നമുക്ക് കുറച്ച് അത്യാവശ്യമുള്ള സംഭവങ്ങൾ ഞാൻ ഈ ബോക്സിലാക്കി വെച്ചിരിക്കുവാണ്. ഈ ബോക്സിലാക്കി ഞാൻ വെച്ചിരിക്കുന്നത് ഈ ഒരു സോപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ വെച്ച് മേല് കഴുകാനായാലും അഥവാ കുളിക്കുവാണെങ്കിലും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന തന്നെ ഫേസ് വാഷ് ഒരെണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇതുപോലെ ആവശ്യമുള്ളത്, അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അതൊക്കെ നിങ്ങൾക്ക് എടുത്ത് വെക്കാം. പിന്നെ ഒരു ചീപ്പ് എടുത്തിട്ടുണ്ട്. ഡോക്ടർ വാഷിന്റെ ഈ സോപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനായിട്ട് നമുക്കിത് യൂസ്ഫുൾ ആയിരിക്കും. ഒരു സോപ്പ് പെട്ടി കൂടെ എടുത്തിട്ടുണ്ട്. ബ്രഷ് എടുത്തിട്ടുണ്ട്. എന്തായാലും അമ്മയോ ചേട്ടനോ ആരെങ്കിലും ഒക്കെ കൂടെ കാണില്ല, അതുകൊണ്ട് 3 വരുന്ന ഒരു പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയൊരു പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ചെറിയ ബോട്ടില് ഓയിൽ എടുത്തിട്ടുണ്ട്. കുഞ്ഞു ബോട്ടില് പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ലിപ് ബാം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാം തന്നെയാണ്. ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടു ഈ സമയത്ത് ലിപ് ബാം വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന്. നമ്മുടെ ലിപ്സ് ഒക്കെ പെട്ടെന്ന് ഡ്രൈ ആവും ആ സമയത്ത് എന്ന് ഞാൻ പല വീഡിയോസിലും കണ്ടു. അതുകൊണ്ട് ലിപ് ബാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമെന്ന് തോന്നുന്നു ഞാനൊരു ബണ്ണ് എടുത്തു. പിന്നെ 2 ക്ലിപ്സും എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ബോക്സിൽ ഞാൻ വെച്ചിരുന്നത്. കുഞ്ഞു കുഞ്ഞു സാധനങ്ങളായതുകൊണ്ട് ബാഗിനകത്ത് വെച്ച് അങ്ങ് ആകണ്ടെന്ന് വിചാരിച്ചാണ് ഇത്രയും സാധനങ്ങൾ ഞാൻ ബോക്സിലോട്ട് എടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ പാക്ക് ചെയ്യാം. ഹോസ്പിറ്റലിലായിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ജോഡി ചപ്പൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലൊരു ബേസിൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് തുണിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ ഒരു ബേസിനും വാങ്ങിച്ചിട്ടുണ്ട്. ഇതുപോലൊരു ബക്കറ്റും. ഇത് ഞാൻ ഈ ബാഗിലോട്ട് പാക്ക് ചെയ്യുന്നില്ല, അല്ലാതെ കൊണ്ടുപോകും. അപ്പോൾ ഇതുപോലൊരു ബക്കറ്റും ഇതുപോലൊരു ബേസിനും ആവശ്യമാണ്. നിങ്ങൾ വാങ്ങി വെച്ചിരിക്കുക. ഇനി എൻ്റെ ലിസ്റ്റിലുള്ള സാധനങ്ങളൊന്നും ഞാൻ ഇപ്പോൾ എടുത്തു വെച്ചിട്ടില്ല. കാരണം ഞാൻ ആ സാധനങ്ങളൊന്നും ഈ ബാഗിലോട്ട് പാക്ക് ചെയ്യുന്നില്ല. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒരു ഫ്ലാസ്ക് നമ്മൾ കരുതിയിരിക്കണം. ചായയൊക്കെ നമ്മൾ വാങ്ങേണ്ടി വരുമല്ലോ, അപ്പോൾ ഫ്ലാസ്ക് നമുക്ക് ഒരെണ്ണം വെച്ചിരിക്കണം. പ്ലേറ്റ് നമ്മൾ 1-2 ഒക്കെ കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വാട്ടർ ബോട്ടിൽ അതെന്തായാലും നമ്മുടെ കയ്യിൽ എപ്പോഴും കാണും. എന്തായാലും വീട്ടിൽ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. എപ്പോഴും വെള്ളം കുടിച്ചോണ്ടിരിക്കണം. ഒന്നാമത് ഇപ്പം നല്ല ചൂടൊക്കെയാണ്. അപ്പോൾ ഒരു വാട്ടർ ബോട്ടിൽ നമ്മൾ കയ്യിലുണ്ടായിരിക്കണം. ഒരു അടപ്പ് പാത്രം പിന്നെ വേണം. നമ്മുടെ ഇവിടെ തൂക്ക് പാത്രം എന്ന് പറയും, ഒരു പിടി കൂടെ ഉള്ളത്. കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വാങ്ങേണ്ടി വരുവാണെങ്കിൽ ആ പാത്രവും നമുക്ക് എന്തായാലും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത്യാവശ്യമുള്ളതാണ്. പിന്നെ ഗ്ലാസ്, പിന്നെ കുറച്ച് ന്യൂസ് പേപ്പർ നമ്മൾ വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ന്യൂസ് പേപ്പർ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാലോ 1-2 ദിവസത്തെ എന്തെങ്കിലും ന്യൂസ് പേപ്പർ നമ്മൾ വെച്ചിരുന്നാൽ നമുക്ക് എന്തെങ്കിലും ഉപയോഗം വരുവാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. പിന്നെ ഞാൻ 1-2 കവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിരുന്നാൽ നമുക്ക് വീട്ടിലോട്ട് വരുന്ന സമയത്തായാലും ഉണങ്ങാനുള്ള തുണിയോ നനഞ്ഞ തുണിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇട്ട് കൊണ്ടുവരാം. അപ്പോഴേ കവറിന് വേണ്ടിയിട്ട് നമ്മൾ ഓടേണ്ട കാര്യമില്ല. അപ്പോൾ 1-2 കവർ ഇവിടെ എക്സ്ട്രാ ഈ ബാഗിലോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എൻ്റെ ഹോസ്പിറ്റൽ ബാഗിലോട്ട് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇനി എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ബാഗിൽ എന്തൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇതൊരു അമ്മയ്ക്ക് വേണ്ടി മാത്രമുള്ള ബാഗ് പാക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് സെക്ഷനിലൂടെ പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതിലേക്ക് ബൈ ഡിയേഴ്സ്.